ഞങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ ദിവസം പോയിട്ട് കണ്ടിട്ടാണ് എല്ലാവർക്കും ചാലക്കുടി KSRTCയുടെ ബേക്കൽ കോട്ട യാത്രയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചാലക്കുടി KSRTC സ്റ്റാൻഡിലാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര 2 ദിവസത്തെ ട്രിപ്പാണ്. നമ്മൾ വെള്ളിയാഴ്ച രാത്രി ഇവിടുന്ന് പുറപ്പെട്ട് ഞായറാഴ്ച രാത്രി തിരിച്ചു വരുന്ന രീതിയിലാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചാർജ് 3400 രൂപയാണ്. നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ലോകനാർക്കാവ് ക്ഷേത്രം, അറക്കൽ ബി മ്യൂസിയം, സെൻറ്റ് ആഞ്ചലോ ഫോർട്ട്. രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുന്ന വിസ്മയ പാർക്കിലാണ്. അവിടെ നമുക്ക് ഡോർമെറ്ററി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. വെളുപ്പിന് നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലം, അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പന ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുത ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കാണ്. അത് കണ്ട ശേഷം നമ്മൾ ബേക്കൽ കോട്ടയിലേക്ക് യാത്രയാവുന്നു. ബേക്കൽ കോട്ടയിൽ കാഴ്ചകളെല്ലാം കണ്ട ശേഷം വൈകിട്ട് നമ്മൾ ബേക്കൽ ബീച്ച് സന്ദർശിക്കുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്നു. അങ്ങനെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു നല്ലൊരു ട്രിപ്പാണ്, വ്യർത്ഥമായിട്ടുള്ളൊരു ട്രിപ്പാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നമ്മുടെ യാത്രയുടെ ഒരു ചെറിയൊരു വിവരണമാണ് ഞാൻ നൽകുന്നത്. ആദ്യ ദിവസത്തെ യാത്രയിൽ നമ്മളിത് നേരെ പോകുന്നത് വടകരയിൽ നിന്ന് ഞാൻ നേരത്തെ നമ്മുടെ ഗ്രൂപ്പിലിട്ടിരുന്നതാണ്. തച്ചോളി ഉദയനൻ്റെ നാട്ടിൽ കൂടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ പോകുന്നത്. തച്ചോളി ഉദയനൻ പോയിരുന്ന അദ്ദേഹം ആളുടെ ഓർക്കണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് സ്ഥിരം പോകുന്ന ലോകനാർക്കാവ് ക്ഷേത്രം, അതാണ് ആദ്യം നമ്മൾ പോയിട്ട് കാണുന്നത്. കാരണം ചരിത്രപരമായിട്ടും മറ്റുള്ള രീതിയിലും അതിനെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുള്ള നമ്മളുടെ നാട് അദ്ദേഹത്തിൻ്റെ സാഹസിക കഥകൾ കേട്ട് സന്തോഷിച്ച് നമ്മൾ ഊർജ്ജസ്വലരുമായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ തച്ചോളി ഉദയനൻ്റെ നാട്ടിൽ കൂടിയുള്ളൊരു യാത്ര. അദ്ദേഹത്തിൻ്റെ ലോകനാർക്കാവ് ക്ഷേത്രം നമ്മൾ ആദ്യം സന്ദർശിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഏകദേശം ഒരു 2 കിലോമീറ്ററിനടുത്തായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രം, അദ്ദേഹത്തിനായിട്ടുള്ള മാണിക്കോത്ത്. നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തച്ചോളിയുദയൻ ദിവസേനമെന്ന് പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദ്യപരാശക്തിയ ദുർഗാ ഭഗവതിയാണ്. ഭദ്രകാളി ഭാവവും ഈ ഭഗവതിയിലുണ്ട്. ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ വളരെ ഫേമസ് ആണ്. ഭദ്രകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ 3 പ്രധാന ഭാവങ്ങളാണ് ഭഗവതി ഇവിടെ ആരാധിക്കപ്പെടുന്നത്. വടക്കൻ പാട്ടുകളുടെ നായകന്മാരുടെ ആരാധനാമൂർത്തിയാണ് ലോകനാർക്കാവിലമ്മ. ഇതാണ് അറക്കൽ മ്യൂസിയം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരമാണ് പിന്നീട് അറക്കൽ മ്യൂസിയമായത്. അറക്കൽ രാജവംശം മലബാറിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവച്ചുള്ള ഒരു രാജവംശമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികളെത്തുന്ന ഒരു മ്യൂസിയമാണ് അറക്കൽ മ്യൂസിയം. അറക്കൽ രാജകുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന പൈതൃക വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കോട്ടയാണ് കണ്ണൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് ആഞ്ചലോ കോട്ട അഥവാ കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്നു. കണ്ണൂർ നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറിയാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിന് അഭിമുഖമായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കൻ്റോൺമെൻറ്റ് പ്രദേശത്തിന് അടുത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്.
ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ കോട്ടയുള്ളത്. സെൻറ്റ് ആഞ്ചൽസ് കോട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകവും പ്രസിദ്ധമായൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇതൊരു സംരക്ഷിത മേഖലയാണ്. ഇതാണ് കണ്ണൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വിസ്മയ പാർക്ക്. ഇവിടെയാണ് നമ്മൾ രാത്രി സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഡോർമെറ്ററി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമ്മുടെ രാത്രിത്തെ ഫുഡൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെളുപ്പരുത്ത് ലഞ്ചും ഇവിടെയാണ് അറേഞ്ച്. ഇവിടെ നിന്നാണ് നമ്മൾ രാവിലെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം തിരിച്ചു വന്ന് നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ യാത്രയാവുകയാണ്. കണ്ണൂർ ജില്ലയിലെ വിസ്മയ പാർക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പറശ്ശിനിക്കടവിലാണ് വിസ്മയ പാർക്ക് ഉള്ളത്. 2000 സ്ഥാപിതമായ ഒരു സഹകരണ സ്ഥാപനമായ മലബാർ ടൂറിസം ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പാർക്കിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. കണ്ണൂരിൽ നിന്ന് 18 കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തിലാണ് പറശ്ശിനിക്കടവിലുള്ള ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രം. ഇവിടുത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങൾക്കും നമുക്ക് പോകാം. ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിൽ പറശ്ശിനിക്കടവിൽ വളപ്പട്ടണം നദിക്കരയിലാണ് തീയാർ ഊരായ്മയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിന്, വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമേശ്വരൻ ഇവിടെ തെയ്യം കൊട്ടിയാടുന്നുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തോട് ഇവിടുത്തെ ഭക്തർ നേരിട്ട് പറയുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത.
എടുത്തില്ലേ ഫോട്ടോ? ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 16 കിലോമീറ്റർ വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും തെയ്യം കൊട്ടിയാടുന്നു. വെള്ളാട്ടവും തിരുവപ്പനയും ആണ് ഇവിടെ കൊട്ടിയാടുന്നത്. ഉത്തര കേരളത്തിലെ ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തിയിൽ ഒരാളാണ് ഈ ശ്രീ മുത്തപ്പൻ. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇങ്ങോട്ട് എത്താറുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ബേക്കൽ കോട്ടയിൽ തിരികെയാണ് കേട്ടോ. ബേക്കൽ കോട്ടയുടെ പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളതിൻ്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അതിനു മുമ്പാണ് നമുക്ക് ബേക്കൽ കോട്ടയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ കേരളത്തിലെ ഒരു കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ ബേക്കൽ എന്ന കടലോര പ്രദേശമാണ്. ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കാസർഗോഡ് നഗരത്തിൽ നിന്ന് 14 കിലോമീറ്ററും കാഞ്ഞങ്ങാടിൽ നിന്നും 11 കിലോമീറ്ററുണ്ട്. ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട തന്നെയാണ്. ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്ന കോട്ട ഇത് തന്നെയാണ്. കോട്ടയിൽ നിന്നുള്ള കടൽ തീരത്തിൻ്റെ മനോഹരമായ ദൃശ്യം ഒരു രക്ഷയുമില്ല. ഇതൊരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അങ്ങനെ ഇത് മാറിയിട്ടുണ്ട്. ഈ കോട്ട 1650 കാലഘട്ടത്തിൽ ശിവപ്പ നായക് ആണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ കോലോത്തുരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായക് പുതുക്കപ്പെട്ടതാണെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. 1761 അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായ ഹൈദരാലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്തെ ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണസ്ഥിരാകേന്ദ്രമായിരുന്നു. ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം 1791 ഈ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി. ഈ ബേക്കൽ കോട്ടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ കോട്ട പൂർണ്ണമായും ചെങ്കൽ കൊണ്ട് നിർമ്മിച്ചതാണ്. കോട്ടയുടെ ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങളുണ്ട്. ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ കോട്ടയുടെ പ്രത്യേകതയാണ്. കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഗോപുരം തന്നെയാണ്. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിൽ നിന്ന് ഉയരവുമുണ്ട് ഈ ഗോപുരത്തിന്. ഈ കോട്ടയ്ക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ചുറ്റുമായിട്ട് മറ്റനുബന്ധ നിർമ്മിതികളൊക്കെ ഉണ്ട് കേട്ടോ. കോട്ടയ്ക്കുള്ളിലായിട്ട് ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. ഇതിന് കോട്ടയ്ക്ക് വെളിയിലായിട്ട് ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു മുസ്ലിം പള്ളിയുണ്ട്. ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്.
റെഡ് അപ്പോൾ ഓടില്ല. ഈ ബേക്കൽ കോട്ടയ്ക്ക് അടുത്ത് തന്നെ നിരവധി ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. നിങ്ങളിവിടെ വന്നാൽ തീർച്ചയായിട്ടും കാണേണ്ട അനവധി പ്ലേസുകളുണ്ട്. അതിൽ പള്ളിക്കര ബീച്ച്, ബേക്കൽ ഹോള്, ജലോദ്യാനം, കാപ്പിൽ ബീച്ച്, ചന്ദ്രഗിരി കോട്ട, ചന്ദ്രഗിരി ക്രൂസുണ്ട്, ആനന്ദാശ്രമമുണ്ട്, അനന്തപുരം തടാകക്ഷേത്രമുണ്ട്, വലിയ പറമ്പ് കായലുണ്ട്, റാണിപുരമുണ്ട്. അങ്ങനെ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് ഈ ബേക്കൽ കോട്ടയ്ക്ക് അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് 2 ദിവസം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കൈത്തറി നഗരമാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൈത്തറി ഉൽപ്പാദന ജില്ലയും കണ്ണൂർ തന്നെയാണ്. കൈത്തറി വസ്തുക്കളുടെ നിർമ്മാണവും അതിൻ്റെ കയറ്റുമതിയൊക്കെ വളരെ ഫേമസ് ആണ് ഇവിടെ. നൂല് ലോക്കൽ ഉണ്ടാക്കുന്നുണ്ടോ? നൂലല്ലേ ഇവരാക്കുന്നത്, കളർ ചെയ്തിട്ട്. ഈ ബേക്കൽ കോട്ട യാത്ര 2 പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാട്ടിലുള്ള കാര്യങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പാട്ടിൽ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കും ബേക്കൽ ബീച്ചുമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സൈനിങ് ഓഫ് ഗിരീഷ്.